ഇളയമ്മന്റെ മോന്റെ മോനാണ് രാധാകൃഷ്ണൻ. പിന്നെ അത് മാത്രല്ല, അവരുടെ വീട്ടിന്റെ നേരെ അടുത്താ നമ്മൾ താമസിച്ചത്. ഒരേ സ്ഥലത്തായിരുന്നു ഞങ്ങൾ കൂടെ താമസിച്ചത് കുറെ കാലം. കന്നിമാസത്തിലെ പൂരം അതന്നെ ഞാനും. ചുമരനോ പൊതുവില്ല. നാരായണൻകുട്ടി ഉണ്ട്, വായിച്ചേരി നാരായണൻകുട്ടി ഇതല്ലേ? എത്ര കിലോമീറ്റർ ഓടി നടന്നു അല്ലേ ജന്മത്തില്? ആരും നടന്നുണ്ടാവില്ല. ഇവിടുന്ന് നെടുവാലി വരെ കുറുമാത്തൂർ വരെ നടന്നിട്ട് നാട്ടിപ്പണിക്ക് നടുവിലെ പഴയ സ്ത്രീനെ കണ്ടപ്പോ വള്ളാടുന്ന കൃഷ്ണ. അപ്പൊ മാരേജിന് വരുന്ന ഇരിങ്ങാലക്കുടയിലുള്ള എന്റെ അടുത്ത ബന്ധുക്കൾ എല്ലാരും നിങ്ങളുടെ അടുത്തേക്ക് നേരെ വന്നാല് അവിടുന്ന് 25-ാം തീയതി രാവിലെ മാരേജിന് പോയി അവരൊന്ന് രാത്രി തിരിച്ചു പോകും. ഓക്കെ, വിനോദങ്ങളിലോട്ട് നിങ്ങളുടെ സ്ഥലമൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് എളുപ്പമായി. പിന്നെ വിനോദിനെ കൂട്ടിട്ടില്ല പടം എടുത്തത്, അതും കൂടി അല്ല അയച്ചത്. അത് ഞാൻ കൃഷ്ണ റിസോർട്ടിൽ പോയി കാണാൻ. അവർ കാണണ്ടേ എനിക്ക് മാരേജ് എന്താന്ന് കാണുന്നത്? എനിക്ക് സ്ഥലം എവിടെയാന്ന് അറിയാമോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ശിവോഹത്തിന്റെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഇനോഗ്രേഷന്റെ സമയത്ത്, പക്ഷെ അന്നൊന്നും ഞാൻ വരാൻ പറ്റില്ല. ആരെ? ഇല്ലില്ല, ഞാൻ പരിപാടിയില്ല. ആരും ഞാൻ നോക്കിയില്ല. ഞാൻ അവിടെ പോയി വെറുതെ നോക്കിയിട്ട് വേഗം സ്ഥലം കിട്ടും. ആരോ പറഞ്ഞു വൈദ്യന്മാർക്ക് വായിക്കാൻ അറിയില്ല. അല്ല, നമ്മളെ സംബന്ധിച്ചോളം ഇത് ജൈവ വൈവിധ്യങ്ങളാണ് ഓരോന്നും. അവർക്ക് ഇത് മറ്റുള്ളവന് കാടാണ്, അതതിന്റെ പ്രശ്നം. ഇതൊന്നല്ല, ഇത് ഈ മോന്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കളഞ്ഞതാണ്. മറ്റേ ഈ ഇതിങ്ങനെ നിറയെ കിടക്ക് വരും. ഇവിടെ പന്തലൊന്നും ഉണ്ടാവും, ഇങ്ങനെയായിരുന്നു. ഇവിടെ പിള്ളേരെല്ലാം വന്നാൽ ഇവിടെ തന്നെ ഇരിക്കാം. ഞാൻ വെറുതെ ഒരു ആ കോളാമ്പില്ലേ വയലറ്റ് കളറില് അത് നട്ടിട്ട് അത് ആ പുളീന്റെ മുകളിൽ നിറച്ചും കയറിയിട്ട് ഫുൾ പുളീന്റെ മുകളിലുണ്ടായി. ഒരു പ്രാവശ്യം വന്നു എല്ലാം ഉണങ്ങി തൂക്കിയിട്ട് ഇതാരോ വലിച്ചു അടിയെന്ന് കൂട്ടി. എത്ര മാസം കഷ്ടപ്പെട്ടിട്ട് ആ വെള്ളിയുടെ കൂടെ കയറിയിട്ടുണ്ടാവുന്ന നമ്മളിതെങ്ങനെ ഒന്ന് പടത്തി ഇങ്ങനെ എടുക്കണമെങ്കിൽ എത്രയോ ദിവസത്തെ ശ്രമമാണ്. ഞാനൊരു ദിവസം ഉണ്ടല്ല, എൻ്റെ ഒരു ഗോപ്രോ ഉണ്ട് ക്യാമറ, ഈ ഇതില്ലേ ഇത് വള്ളി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം, അത് ഫുൾ ഗോപ്രോ ഞാൻ ഇട്ട് കാണിച്ചു തരാം. 8 മണിക്കൂർ വെച്ച് ഞാൻ രാവിലെ 9 മണി മുതൽ 9 മണിക്ക് ഇത് വളരാൻ തുടങ്ങി. ഒറ്റ ദിവസം പണ്ട് ഇത്ര വളർന്നു, 10 സെന്റിമീറ്റർ വളരെ ഒറ്റ ദിവസം. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, നമ്മൾ അതിൻ്റെ അടുത്തൊരു കയറ് കെട്ടി കൊടുത്തിട്ട് ഇവനിങ്ങനെ കയറാൻ നോക്കും. കണ്ണുള്ള പോലെയോ
അതെ. കയറാൻ നോക്കി ക്ഷീണം. ഇത് ആ വീഡിയോ ഞാൻ കാണിച്ചല്ലോ. അത് 1 മിനിറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 8 മണിക്കൂറിനെ 3 മിനിറ്റ് ആക്കി 1 മിനിറ്റ് ആക്കി ടേച്ച് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് കയറി അങ്ങോട്ട് പിടിക്കും. ഉച്ചയാകുമ്പോഴത്തേക്ക് പിടിച്ചപ്പോൾ എൻ്റെ ക്ഷീണമായി, വെയില് തളർന്നു. പിന്നെ 4 മണിക്ക് പിന്നെ ഇതിങ്ങനെ കയറി പിടിച്ചോണ്ടിരിക്കും. പ്രകൃതി എന്താ ഞാൻ വിചാരിച്ചിട്ട് നമ്മളിതിനെ കണ്ണ് കാണാണ്ട് ഇങ്ങനെ പൊളിച്ച് കളയുമ്പോണ്ടല്ലോ, അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ചെടി ഒരു 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 കയറിന് കയറി പിടിക്കുന്നത്. കയറി പിടിച്ചിട്ട് ഇത് നടക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ആലോചിച്ചോണ്ടിട്ട്. ഒരു ദിവസത്തെ മെനക്കെട് ഒന്ന് ഇങ്ങനെ പിടിക്കാൻ. ചിലത് ഇപ്പൊ ഈ കമ്പൊന്നും ഇല്ലെങ്കിലും കുറെ കഴിയുമ്പോഴേക്ക് നമ്മൾ കാണാൻ ഇത് അവിടെ എത്തിയിട്ടുണ്ടാവും. അതന്നെ ഇതെങ്ങനെ നമുക്ക് പറയും, പറക്കുന്ന പോലെ വരും. അതിനറിയാം അവിടെ ഒരു കയറുണ്ട്. എല്ലാ സ്ഥലം ഇതിങ്ങനെ റൗണ്ട് അടിച്ച് നോക്കും, എവിടെയാണ് ഇതുള്ളത്. കണ്ണുള്ള പോലെയാണ്. റൗണ്ട് അടിച്ച് നോക്കി, കുറച്ചും പിന്നെയും റൗണ്ട് അടിച്ച് നോക്കി, വളരെ പിന്നെയും റൗണ്ട് അടിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിന് വ്യാസം കൂടുതലല്ല. അപ്പൊ അതിനറിയാം എവിടെയുണ്ട്. ഒരു പ്രാവശ്യം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ വരും. എന്ത് ബുദ്ധിയാണെന്ന് ചോദിച്ചു. ജീവനുള്ള സാധനം തന്നെ, കോൺഷ്യസ്നെസ് ഉള്ളതാണ് ജീവൻ എന്നുള്ള പറയാം. കോൺഷ്യസ്നെസ് ആണ്. ഓപ്പോസിറ്റ് നടക്കുകയായിരുന്നു. ഭാഗ്യം ചെയ്യും. ഞാനുകുട്ടി എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് കുറേ ഒരുപാട് പ്രാവശ്യം. ഒരുപാട് പ്രാവശ്യം. ഞാൻ ഇന്ന് നിങ്ങളുടെ പ്രതീക്ഷിച്ചല്ല. അപ്പൊ ഞാൻ കണ്ണൂരെത്തിയപ്പോ എന്തായാലും വിളിച്ച് വേണമെന്നൊക്കെ പ്ലാൻ ചെയ്തു. അതൊരു യാത്ര ലാഭമാണ്. അല്ല, അത് മാത്രമല്ല, അപ്പോഴാണ് വേറൊരാൾക്കൊരു സഹായം ചെയ്യണം തോന്നി. ഞാൻ അബുദാബിയില് എനിക്ക് കുറെ കഞ്ഞൻ തന്നിട്ടുള്ള ഒരാളുണ്ട്. എന്റെ ബന്ധു തന്നെയാണ്. അപ്പൊ അയാള് ഹൈദരാബാദ് എയർപോർട്ടിൽ പറഞ്ഞു എന്ത് പോന്നേ അച്ചാച്ച വരുമല്ലേ ഇതല്ലേ ധ്യാനം നോക്കിയിട്ട് പോണോ? എവിടെയാ പോണ്ട്? അംഗൻവാടിയിൽ നമുക്ക് ഇവിടെ ആവാം. അംഗം വാ, 2 മണിയാകുമ്പോൾ മീറ്റിംഗ് ഉണ്ട്. അംഗം നമുക്ക് ഇവിടെ ആവാം. വേണോ അംഗം? അംഗം നടക്കുന്ന സ്ഥലമാണോ അംഗൻവാടി? അംഗനവാടി അല്ലേ? ഒരാച്ചാച്ചനും ഒരാച്ചാച്ചനും അതാണ്. 2 മണിയായി, നേരം വൈകിയല്ലേ എന്നെ പറയൂ. വാ ഇല്ല, ഇവിടെ തന്നെ. ടാറ്റ പറ. വേണ്ട വേണ്ട. ഗുഡ്. കാണാണെങ്കിൽ ഇവിടെ വന്നിട്ട് നിന്നിട്ടേ കാണാവൂ. എന്താ വേണ്ടേ? അവിടെ തെക്കിനിന്ന് വാങ്ങിച്ചോളൂ. അത് റീക്രിയേറ്റ് ചെയ്താല് അവിടെ നേരെ നോക്കിയാലും കാണും.
അത് നല്ല പടം എടുക്കണം. നിങ്ങൾ നിൽക്കുക, ഒരു പടം എടുക്കരുത്. ക്യാമറ ഏറ്റം കുറഞ്ഞവേനാണെൻ്റെ മനസമാകുന്ന കർണാധരൻ മർക്കട മുഷ്ടി വളരെയേറുമെൻ്റെ ഷഡ്വികാരങ്ങളാം തണ്ടുകാർക്ക് നിർദ്ദയമായതും കാട്ടിയിലകപ്പെട്ട് ജീവിത നൗകാതകരുകയായി വിശ്വാസമാകുന്ന പായയുള്ളെന്നത് മിക്കതും ജീർണിച്ച മട്ടിലായി വള്ളത്തിനുള്ളിൽ കയറുകയാണമ്മേ. വെള്ളം തടുത്തിട്ട് നിൽക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടതിപ്പോഴീവനെന്ന് ചൊല്ലിത്തരണമേ സ്നേഹപൂർവം. അന്ധകാരമൊന്ന് മാത്രമാണിന്ന് ഞാൻ അന്ധദർശിപ്പത് ചുറ്റുപാടും ഓളങ്ങളിൽ പെട്ട് നീന്തി നീന്തി നിൻ്റെ നാമമാൻ തോണിയിൽ തൂങ്ങി നിൽക്കാം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മൾ മലനാടെ കിടക്കുമ്പോഴേ നമുക്ക് എൻ്റെ ദൈവമേ എന്നൊന്ന് നോക്കുക, എന്നൊന്ന് കൊണ്ടുപോകുക അങ്ങനെ ചോദിക്കുള്ളൂ. അത്ര ചോദിക്കില്ല ആരും. പിന്നെ നമുക്ക് അല്ലേ വെള്ളത്തിലൊക്കെ കേൾക്കുന്നുണ്ടാവുക, അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ എത്ര നമ്മൾ ആരെ നോക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല.